എന്നെ ഒരു കഥാപാത്രമാക്കി സൺഡേ ഹോളിഡേയിൽ സിദ്ദിഖ്. ഇവന്മാർക്ക് ഇങ്ങനെ ഒരു ട്യൂണിട്ട് വെച്ചാ പോരെ, ഇതിനൊക്കെയുള്ള വരികൾ എഴുതലാണ്. ബ്ലോക്ക് പോയല്ലോ നീ വന്ന് എൻ ലൈഫിൻ ബ്ലോക്ക് പോയല്ലോ. എൻ പ്രേമത്തിന് കോപം കാണും, ആ പാട്ട് എല്ലാവർക്കും അറിയാം. ഏതോ പ്രിയരാഗം മൂളിൽ ഞാൻ എൻ സ്നേഹത്തിൻ ഈണം അതിൻ ശ്രുതിയായി. ജന്മം സ്വരനദിയായി ഒഴുകുമ്പോൾ കുളിരോളത്തിൻ കയ്യാൽ ഇനി നിന്നെ തഴുകും ഞാൻ. ജിസ്ജോയും ഞാനും ഒക്കെ വളരെ സുഹൃത്തുക്കളായിരുന്നു. അദ്ദേഹം പിന്നെ വലിയ ഡയറക്ടറായി. അദ്ദേഹം വന്ന് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിരുന്നു, ആർട്ട് ഡയറക്ടറായിരുന്നു. പക്ഷെ അല്ലു അർജുനന്റെ ശബ്ദം വേണമല്ലോ. ആ ശബ്ദത്തിന് തേടി പഠിച്ചപ്പോഴാണ് ഈ കക്ഷിയെ കണ്ടത്. ആരെ? ജിസ്ജോയിയെ. പിന്നെ കബൂത്തർ ജ ജ ജ എന്നെഴുതിയപ്പോഴത്തേക്ക് അദ്ദേഹം ഇത് മാടപ്രാവാണ്, മാടപ്രാവെ പോയിട്ട് പോകാന്ന് പറഞ്ഞ അർത്ഥം എഴുതി. കബോധമേ പോ പോ പോന്ന് എഴുതി അദ്ദേഹം. വയലാർ എഴുതുമോ ഇതുപോലെ? ഐ എം വെരി സോറി, ഒരു നാദാഭംഗ സോറി എന്ന്. നാദാഭംഗയുടെ അർത്ഥം ഇപ്പോഴും അറിയില്ല, അന്നും അറിയില്ല. ഹരിഹരൻ പിള്ള ഹാപ്പിയാണെന്ന് മോഹൻലാൽ പടത്തിൽ എഴുതി, വെട്ടത്തിലെ ഐ ലവ് യു ഡിസംബർ എഴുതി. പിന്നെ പടമൊന്നും കിട്ടാതായപ്പോൾ എന്നാൽ ഡബ്ബിങ് പടമെന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. അറിയുമോ നിങ്ങൾ അവളെ, എങ്കിൽ ആ കഥയിൽ നിങ്ങളും നായകൻ. അപ്പോൾ എനിക്ക് ജമീലെ അറിയാൻ പാടില്ല. കാര്യം എന്താ? അറിഞ്ഞാൽ ഞാൻ അവളുടെ നായകനാവുമല്ലോ. അതുകൊണ്ട് എനിക്ക് ജമീലെ അറിയില്ല. രാത്രി പരിചയമുള്ള കുറേ ആൾക്കാരുണ്ട് ജമീലയെ. എനിക്ക് പകലും ജമീലെ പരിചയമാണ്. കാര്യം എന്താ? അച്ഛൻ ആകപ്പാടെ എനിക്ക് നൽകിയെന്ന് അച്ഛൻ അവകാശപ്പെടുന്നത് വിക്കാണ്. പിന്നെ എൻ്റെ അനുജനായിരുന്നു. അനുജനും ഞാനും കൂടിയാണ് ആദ്യമായി കലാ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയത്. 5 വയസ്സ് വരെയൊക്കെ എൻ്റെ അമ്മ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. 16 വയസ്സ് വരെ എൻ്റെ സഹോദരൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ഒരു കത്തെഴുതുമല്ലോ. അപ്പോൾ കത്തിലൊരു വാചകം ഇതാണ്: ഷർട്ട് ഊരി തെക്കേ മുറിയിൽ ഇട്ടിട്ടുണ്ട്, സൂക്ഷിച്ചു വെക്കണം. ഹാർവിയോറ, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ adenium plants പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ adenium plants നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. പറയാനേറെയുള്ളപ്പോൾ കേൾക്കാൻ അതിലേറെയുമ്പം. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് അങ്ങനെ പറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് കൂടിയിരിക്കുന്നത് ഏകദേശം നമ്മുടെ മലയാളികളുടെ കൂടെ കഴിഞ്ഞ 30 വർഷത്തോളം അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ ഡെയിലി പാടിക്കൊണ്ട് നടക്കുന്ന ഒരുപാട് പാട്ടുകളുടെ ലിറിക്സ് എഴുതിയിരിക്കുന്ന മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ രാജീവ് ആലുങ്കൽ. രാജീവ് ചേട്ടനാണ്. ചേട്ടാ നമസ്കാരം. സോ രാജീവ് ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു. അതെ, ഓക്കെ. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു ഇന്റർവ്യൂ തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് ചോദിക്കാനുള്ളത് രാജീവേട്ടന്റെ തുടക്കമാണ്. അതായത് രാജീവേട്ടന്റെ ബാല്യവും കുട്ടിക്കാലവും രാജീവേട്ടനെ സ്നേഹിക്കുന്ന ഒരുപാട് പേർക്ക് അറിയാം, ഓൾറെഡി അത് അറിയാം. ഒരുപാട് തീവ്രമായ എക്സ്പീരിയൻസസിലൂടെയാണ് രാജീവേട്ടൻ ഇന്നത്തെ രാജീവ് ആലുങ്കലായി തീർന്നിരിക്കുന്നത്. സോ ഒരു ഫാമിലിയുടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ എന്താ പറയുക, അമ്മ നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ വേർപെട്ട് പോയിരുന്നു. അതുപോലെ തന്നെ അനുജന്റെ വിട, ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. സോ ഒരു ഫാമിലിയുടെ കറക്റ്റ് സപ്പോർട്ട് കിട്ടാതെയാണ് ചേട്ടൻ ഇന്നത്തെ ഈ ഒരു പൊസിഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇന്ന് ആണെങ്കിലും ഒരാൾക്ക് ഒരു നല്ല രീതിയിൽ എത്താൻ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു നിലയിൽ എത്താനായിട്ട് ഫാമിലിയുടെ സപ്പോർട്ട് അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പങ്കുവയ്ക്കാവോ? നമ്മൾ ഈ താങ്ങുള്ളപ്പോൾ തളർച്ച ഉണ്ടാവും എന്നാണ്. അപ്പോൾ താങ്ങുണ്ടായിട്ട് തളർച്ചയും അലസതയും ഉണ്ടായി ലക്ഷ്യത്തിലെത്താതെ പോയ പ്രതിഭകൾ ഒരുപാട് പേരുണ്ട്. എന്നെ എന്തെങ്കിലുമൊക്കെ ആകാൻ തുണച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് തിക്താനുഭവങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് വല്ലാതെ വാശിയുണ്ടാവും. നമ്മൾ ആരൊക്കെ ആകണമെന്ന ആഗ്രഹം ഉണ്ടാവും, അടയാളപ്പെടണമെന്ന പ്രാർത്ഥന ഉണ്ടാവും. ഞാൻ പണ്ടെഴുതിയൊരു കവിത തന്നെയാണ് എൻ്റെ ഉത്തരം. കാലം എന്തോ കരുതി വച്ചിട്ടുണ്ട്, കാത്തിരിക്കുവാൻ ചൊല്ലുന്നു മനസ്സം. കണ്ണുനീരിനും മധുരമുണ്ടായിടും, കാറ്റു ചൊല്ലുന്നു കാതോരം ഈ വിധം. അട്ടി ഓടിച്ചവർക്ക് അകം നൊന്തിട്ട് നിന്നെ ആട്ടുതൊട്ടിൽ കൊണ്ട് ഇരുത്തിടും. കൂട്ടുകാരാ ക്ഷമിക്ക എന്നോതി നിൻ പാട്ടുമൂളി പലവുരു വാഴ്ത്തിടും. പങ്കുവച്ചൊരു ആശയമൊക്കെ ഭ്രാന്തമെന്ന് പറഞ്ഞു നടപ്പവർ വാക്കുകൾ പൂക്കളെന്നുരച്ചിടുവാൻ നിന്റെ വാതിലിൽ വന്ന് നിൽക്കുന്ന നാൾ വരും. കാലം എന്തോ കരുതി വച്ചിട്ടുണ്ട്, കാത്തിരിക്കുവാൻ ചൊല്ലുന്നു മനസ്സ്. അപ്പോൾ ആദ്യം ഇതെല്ലാം ലഭിക്കണമെന്ന് ശഠിക്കരുത്. ഈ തിക്താനുഭവങ്ങൾ കൂടിയാണ്. ലെസ്സിങ് എന്നൊരു ചിന്തകനുണ്ട്. ആ ചിന്തകൻ ഒരു ജർമ്മൻ ചിന്തകനാണ്. അദ്ദേഹം പറഞ്ഞ ഒരു വല്ലാത്തൊരു വാക്കുണ്ട്, 2 വാക്കാണ്. ദൈവം എൻ്റെ മുമ്പിൽ വന്ന് പൂർണ്ണ സത്യം തരാം എന്ന് പറഞ്ഞാൽ എല്ലാ ബഹുമാനത്തോടെയും അതങ്ങയുടെ കയ്യിലിരിക്കട്ടെ എന്ന് പറയണം. എന്നിട്ട് അത് കണ്ടെത്താനുള്ള ശക്തി എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കണം. പൂർണ്ണ സത്യം എന്ന് പറഞ്ഞാൽ ഈ 30 വർഷത്തിന് ശേഷം എനിക്കുണ്ടായ നേട്ടങ്ങൾ,
അനുഭവങ്ങൾ, ആദരവ്, അംഗീകാരം, വാത്സല്യം, കാരുണ്യം, ഇതെല്ലാം ദൈവം 30 വർഷത്തിന് മുമ്പേ തരാമെന്നെങ്ങാനും പറഞ്ഞാൽ എല്ലാ ബഹുമാനത്തോടെയും അത് അങ്ങയുടെ കയ്യിലിരിക്കട്ടെ എന്ന് തന്നെ പറഞ്ഞേക്കണം. എന്നിട്ട് അതെനിക്ക് കണ്ടെത്താനുള്ള ശക്തി എനിക്ക് നൽകിയാൽ മതി. അത് ഓരോ നിമിഷവും നമ്മൾ അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണല്ലോ നമുക്ക് ഒരു സായുജ്യം ഉണ്ടാവുന്നത്. അതായത് നമുക്ക് എന്ത് സപ്പോർട്ട് കിട്ടിയില്ലെങ്കിലും നമ്മൾ സ്വയമായിട്ട് അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ ട്രൈ ചെയ്യണം എന്നല്ലേ? നമുക്ക് വല്ലാത്ത ഒരു കാരുണ്യം ഉണ്ടാവും. പിന്നെ വളരെ പ്രശസ്തമായ ഒരു കഥയാണ് ഞാൻ ഇതിനു പറഞ്ഞിട്ടുണ്ടത്. ഒരു വേൾഡ് ക്ലാസിക്സ് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ടാഗോർ. നിലാവുള്ള ഒരു രാത്രിയിൽ മേൽക്കൂരയില്ലാത്തൊരു ഹൗസ് ബോട്ടിലാണ് യാത്ര. 4-5 മെഴുകുതിരികൾ ഇങ്ങനെ കൊളുത്തി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് കാറ്റ് വന്നിട്ട് ഈ മെഴുകുതിരികൾ കെട്ടുപോയി. ടാഗോറിന് കണ്ണടച്ചിരിക്കേണ്ടി വന്നു, കാര്യം ഇരുട്ടായിപ്പോയി. കണ്ണ് തുറന്നു നോക്കിയപ്പോൾ നിലാവിൽ കുളിച്ചു നിൽക്കുന്ന പുഴ കണ്ടു അത്രേ. ടാഗോറിന് നാണം വന്നത് ഈ മെഴുകുതിരി കത്തിച്ച് വെച്ചത് ഈ നിലാവുണ്ടായിട്ടാണല്ലോ എന്നാണ്. പക്ഷെ ഇത് കെട്ടുപോയപ്പോഴാണ് നിലാവുണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ ഓരോ മെഴുകുതിരി വെട്ടങ്ങളും ഓരോ അനുഭവങ്ങളാണ്, തിക്താനുഭവങ്ങളാണ്. ഇത് പതുക്കെ കെട്ടുപോകും. കാലമാണ് വൈദ്യൻ, സമയമാണ് മരുന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ അത് കുറെ കഴിയുമ്പോൾ ഇതൊക്കെ നമുക്ക് സന്തോഷകരമായ അനുഭൂതികളായി മാറും. ചേട്ടൻ, ഞാൻ ഒരു ഇന്റർവ്യൂല് കണ്ടിരുന്നു, ചേട്ടൻ സങ്കടങ്ങൾ എവിടെയെങ്കിലൊക്കെ ഒന്ന് എഴുതി വെക്കണമല്ലോ, അല്ലെങ്കിൽ ആരെങ്കിലോടൊക്കെ ഒന്ന് പറയണമല്ലോ എന്ന് കരുതിയിട്ടാണ് ആദ്യമായിട്ട് എഴുതാൻ തുടങ്ങിയതെന്ന് പറഞ്ഞിരുന്നു. ശരിക്കും ഈ സങ്കടങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ടും അതിനും എപ്പോഴും നമ്മുടെ കൂടെ ഒരാൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ? ചേട്ടൻ അന്നും ഇന്നും ആരാണ് ഏറ്റവും കൂടുതൽ ഇതുപോലെ സങ്കടങ്ങൾ ഷെയർ ചെയ്യാനായിട്ടെല്ലാം? എൻ്റെ ജീവിതത്തിൽ ഏകദേശം ഏറ്റവും കൂടുതൽ എന്നോടൊപ്പം കഴിഞ്ഞ ആൾ എൻ്റെ അച്ഛനാണ്. ഏകദേശം 40 വർഷത്തോളം എൻ്റെ അച്ഛൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. 5 വയസ്സ് വരെയൊക്കെ എൻ്റെ അമ്മ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. 16 വയസ്സ് വരെ എൻ്റെ സഹോദരൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അനിയൻ മരിച്ചുപോയി. പിന്നെ അച്ഛൻ കഴിഞ്ഞാൽ ഒരു 16 വർഷക്കാലം എന്നോടൊപ്പം അർത്ഥപൂർണമായി ജീവിച്ചയാൾ എൻ്റെ മകനാണ് ആകാശ്. അപ്പോൾ എനിക്ക് 3 സുഹൃത്തുക്കളാണ് ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ടുള്ളത്. ഒന്ന് അച്ഛനാണ്, പിന്നെ എൻ്റെ അനുജനായിരുന്നു. അനുജനും ഞാനും കൂടിയാണ് ആദ്യമായി കലാ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയത്. യേശുദാസിനെ കാണണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു. ഈ വീട്ടിൽ നിന്നും ഞങ്ങൾ ഒരു വാടക സൈക്കിളിൽ ചേർത്തലയിൽ നിന്നും ആലപ്പുഴ വരെ വാടക സൈക്കിൾ ചവിട്ടി. ദൂരെ ഒരു വെള്ളപ്പൊട്ട് പോലെ ഗാനഗന്ധർവൻ പാടിക്കൊണ്ടിരുന്നപ്പോൾ കാണാനാവാതെ തിരിച്ചു പോന്നിട്ടുണ്ട്. ബിജു നാരായണൻ്റെയും MG ശ്രീകുമാറിൻ്റെയൊക്കെ ഫോട്ടോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ നാനയിൽ നിന്ന് വെട്ടിച്ചൊരു ഡയറിയിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ഞങ്ങൾ. അവൻ്റെ ആരാധനാപാത്രങ്ങളോടൊപ്പം സഹപ്രവർത്തകരാകാൻ കഴിഞ്ഞ ഒരനുഭവമുണ്ട്. പിന്നീടുള്ളത് എൻ്റെ മോനാണ്. മോൻ പുതിയ കാല സിനിമകളിൽ ഓരോരുത്തരെയും തിരിച്ചറിഞ്ഞിട്ട് പുതിയ സിനിമയിൽ എന്നെ വഴി നടത്തിക്കുന്ന എൻ്റെ സുഹൃത്താണ്. എനിക്ക് അവരായിട്ടും പരിചയമൊന്നുമില്ല. അപ്പോൾ പുതിയ കാലത്ത് സിനിമയിൽ പാട്ടെഴുതാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 24ഓളം വർഷമായില്ലേ. ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് എന്നൊരു മോഹൻലാൽ ചിത്രത്തിൽ പാട്ടെഴുതി തുടങ്ങുകയാണ്. 2002-ലാണ്. ഏകദേശം 22 വർഷം. അപ്പോൾ എനിക്ക് അവസരങ്ങൾ തന്നവർക്കൊന്നും സിനിമ ഇല്ലാതാവുന്നു. അവരൊക്കെ ലെജൻസ് ആണ്, പക്ഷെ അവരുടെ കാലം കഴിയുന്നു, പുതിയ ആൾക്കാർ വരുന്നു. ഹരിഹരൻ പിള്ള ഇറങ്ങിയപ്പോഴത്തേക്ക് ജനിക്കാത്തവർ വലിയ സംവിധായകരാകുന്നു. അവരോടൊപ്പം സഹകരിക്കാൻ എന്നെ സഹായിച്ച, എൻ്റെ പാട്ടുകളെല്ലാം അറിയുന്ന, എനിക്ക് വല്ലാത്ത ആത്മബലമുള്ള, അപ്പോൾ ഓരോ കാലങ്ങളിൽ വലിയ സുഹൃത്തുക്കളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. എന്നെ അളിയാന്നോ എടാന്നൊക്കെ വിളിച്ചിട്ട് കൂടിയിരിക്കാനൊക്കെ. പിന്നീട് നമ്മൾ ഒരു സുഹൃത്തായി കരുതുന്ന മദ്യമാണല്ലോ. മദ്യപിക്കുക, വൈകിട്ട് മദ്യപിക്കാം, 2 അടിക്കാൻ നമ്മൾ രാവിലെ എഴുന്നേക്ക്. ഞാൻ ജീവിതത്തിൽ അത് ഉപയോഗിച്ചിട്ടില്ല, പുകവലിച്ചിട്ടില്ല, മദ്യപിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് അത് ദുശീലമെന്ന് പറയുന്നില്ല. കാര്യം എല്ലാവർക്കും ഒരാളുടെ ശീലം മറ്റൊരാൾക്ക് ദുശീലമാണെന്ന് വ്യാഖ്യാനിച്ച് വലിയ ആളൊന്നും ആവുന്നില്ല ഞാൻ. എനിക്കത് ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാനത് ഉപയോഗിക്കുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ആർക്കും ഒന്നും, ഏത് അഭിരുചിയും വ്യക്തിപരമാണ്. ഒരാൾക്ക് ഇഷ്ടമുള്ളത് മറ്റൊരാൾക്ക് ഇഷ്ടമില്ല എന്നുള്ളത് അയാളുടെ വ്യക്തിപരമാണ്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതൊക്കെ മഹത്തരമാണ്, വേറെ ആരൊക്കെയോ മദ്യപിക്കുന്നത് മോശമാണെന്ന് ഒരു അഭിപ്രായം പറയാൻ ഞാനില്ല. ശരി ചേട്ടാ, അതുപോലെ 19ാമത്തെ വയസ്സ് വരെ വിക്ക് ഉണ്ടായതുകൊണ്ട് ടീച്ചർമാരോട് പോലും സംസാരിക്കാത്ത ഒരാളാണ് ചേട്ടനെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ 19ാമത്തെ വയസ്സിൽ തന്നെയാണ് ഒരു പ്രൊഫഷണൽ ഗാനരചയിതാവായിട്ട് ഒരു അവാർഡ് മേടിച്ചതല്ലേ? അപ്പൊ അതൊരു, ഇപ്പൊ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വലിയ പ്രൗഡ് മൊമെന്റ് തന്നെയായിരുന്നു അല്ലേ? ഞാൻ ഈ പാട്ട് എഴുതുമ്പോൾ ഞാൻ വല്ലാതെ അത്ഭുതപ്പെടാറുണ്ട് കേട്ടോ.
ഇതെങ്ങനെ ഇത് ഇത്രയും പാട്ടുകൾ എഴുതി വരുന്നു? കാര്യം നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. 14,000 പാട്ടുകൾ എല്ലാം തുടങ്ങുന്നത് വേറെ വരികളിൽ, കമ്പ്യൂട്ടറിന് പോലും ആവാത്തത്. അപ്പൊ എന്തോ ഒരു ശക്തി ഉണ്ടെന്നൊക്കെ എനിക്ക് വല്ലാതെ, ദൈവം എന്നെ ഇങ്ങനെ പൊതിയുന്നുണ്ടെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ദൈവത്തെ ഞാൻ നേരിൽ കാണുന്നത് ഈ വിക്ക് മാറ്റിക്കളഞ്ഞപ്പോഴാണ്. കാര്യം ഇത് സാക്ഷാൽ EMS കൊടുക്കാത്ത ആനുകൂല്യം ദൈവം എനിക്ക് തരുമല്ലേ. ആ വിക്ക് മാറുക, അത് അച്ഛൻ വിക്കനാ. അച്ഛനും അച്ഛന്റെ പെങ്ങന്മാരൊക്കെ വിക്കന്മാരാണ്. പാരമ്പര്യമായിട്ട് കിട്ടിയ വിക്കാണ്. ക്ലാസ് മുറികളിൽ നിന്ന് ഞാൻ നന്നായി ഉത്തരം പറഞ്ഞിട്ടില്ല. ആ എന്ന് എനിക്ക് പറയാൻ അറിയില്ല, ദാ എന്നേ പറയുള്ളൂ. ദവിടെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ രക്ഷപ്പെടും. വല്ലാതെ പേടിയായിരുന്നു ജീവിതത്തോട് ഈ വിക്ക കാരണം. എൻ്റെ അഭിപ്രായം പറയാൻ എനിക്ക് ആവുന്നില്ല, ഞാൻ അപഹാസ്യനാകുന്നു. രാജൻ ബി ദേവിൻ്റെ ഒരു നാടകത്തിൽ പാട്ടെഴുതിയതിന് ശേഷം 1994 അതിൻ്റെ ഉദ്ഘാടനത്തിന് അച്ഛൻ മുമ്പിലിരിക്കുമ്പോൾ രാജൻ ബി ദേവ് എന്നോട് പറയുകയാണ്, 2 വാക്ക് പറയടാന്ന് പറയുമ്പോൾ, ബെന്നി പി നായരമ്പലത്തിൻ്റെ നാടകമാണ്, ബെന്നി ചേട്ടൻ സംസാരിച്ചു കഴിഞ്ഞു. അതിനുശേഷം എന്നെ വിളിക്കുകയാണ്, അച്ഛൻ മുമ്പിൽ നിന്ന് വേർക്കുന്നു. അച്ഛൻ ആകപ്പാടെ എനിക്ക് നൽകിയെന്ന് അച്ഛൻ അവകാശപ്പെടുന്നത് വിക്കാണ്. അപ്പൊ എൻ്റെ മകൻ ഇപ്പൊ നാണം കെടും എന്ന് പറഞ്ഞിരിക്കുമ്പോ ദൈവം ആ സമയത്ത് എന്നെ ചേർത്ത് പിടിച്ചു. ആ സമയത്ത് ഞാൻ വളരെ മനോഹരമായി സംസാരിച്ചു എന്ന് അച്ഛൻ എപ്പോഴും. ഞാൻ വല്ലാതെ വെട്ടി വേർക്കാണ്. എനിക്കിപ്പോഴും ഒരു നിശ്ചയമില്ല ഇത് ആരാണ് കൈപിടിക്കുന്നതെന്നേ. അപ്പോൾ ദൈവമാണ്. പിന്നീട് ഞാൻ എത്രയോ രാജ്യങ്ങളിൽ സംസാരിക്കാൻ പോയി. ദിവസവും എന്നും സാംസ്കാരിക സമ്മേളനങ്ങളാണ്. എന്റെ പാട്ടിനേക്കാൾ കൂടുതൽ എന്റെ സംസാരം കൊള്ളാന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. കുറെ പേരുടെ കമന്റ്സ് ഒക്കെ വായിച്ചിട്ടുണ്ട്, നല്ല കേൾക്കാൻ തന്നെ നല്ല രസമാണെന്ന് പറയുന്നത് ചേട്ടൻ സംസാരിക്കുമ്പോൾ. അപ്പോൾ അതിന് ഈ വിക്ക് മാറിക്കിട്ടുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. സത്യം. അത് അവിടെയാണ് ഈ പാരമ്പര്യ സിദ്ധികൾ പോലും മാറുക, എന്നിട്ട് വേറൊരു വഴിയെ കൊണ്ടുപോവുക. യേശുദാസ് പാടിയ ഒരു പാട്ടുണ്ട്, പഴവങ്ങാടി ഗണേശൻ എന്റെ പിഴവെല്ലാം പൊറുക്കും ഗജാസ്യൻ, വഴിമാറിപ്പോയരൻ ജന്മം തിരുമിഴി കാട്ടി നയിക്കുന്ന ഹേരമ്പൻ. യേശുദാസിന്റെ ഓം ഗണനാഥം എന്ന ആൽബത്തിൽ യേശുദാസ് പാടിയതാണ്. ഒരു 24 വർഷം മുമ്പാണ്. അത് ഇതൊക്കെ ഓർത്ത് ഞാൻ എഴുതിയതാണ്. ചേട്ടാ, ഇപ്പൊ നമ്മളൊരു സോങ് എഴുതുകയാണ്, ഫോർ എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് അറബി ഒട്ടകവും പി മാധവനാരിലെ ചെമ്പക വല്ലികളിൽ. അപ്പോൾ നമ്മളൊരു സോങ് എഴുതുമ്പോൾ സത്യത്തിൽ അതിങ്ങനെ തനിയെ നമ്മുടെ മൈൻഡിലേക്ക് വരുമോ, അല്ലെങ്കിൽ കുറെ ആലോചിക്കണോ അതിനു മുന്നേ? കാര്യം എഴുത്തെന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും ഓരോരുത്തരും മനസ്സിലേക്ക് അത് പോകണമല്ലോ. അപ്പൊ അതെങ്ങനെയാ അതിന്റെ ഒരു? സാധാരണ ഇത് സിറ്റുവേഷൻ സോങ് ആണ്. നമ്മളെ അടുത്തിരിക്കുന്നവരൊക്കെ നമ്മളെ പ്രചോദിപ്പിക്കും. ഒരു പാട്ട് ഒരാളുടെ മാത്രം സ്വന്തമല്ല, ഇതൊരു സംഘകലയാണ്. അടുത്തിരിക്കുന്നവരെ കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കും. പ്രിയദർശൻ, നമ്മൾ വളരെ കുട്ടിക്കാലം തൊട്ടേ ഒരു ടിക്കറ്റ് എടുത്തിട്ട് ഒരു സിനിമ കാണണമെന്ന് കൊതിച്ചിട്ട് അകത്ത് കയറി കണ്ട ചില പടങ്ങളുണ്ടല്ലോ. ചിത്രമുണ്ട്, വന്ദനമുണ്ട്, അതിന് മുമ്പ് ഒരുപാട് പടങ്ങളുണ്ട്. അപ്പോൾ ഒക്കെ തെളിഞ്ഞു വന്ന ഒരു പേരാണ് അടുത്തിരിക്കുന്നത്. അദ്ദേഹം അതിന് മുമ്പിരുത്തിയവരെ പേരും ആലോചിക്കും. കൈതപ്പുറം, ONV, ഗിരീഷ് പുത്തഞ്ചേരി, PR പ്രസാദ്, അങ്ങനെ വലിയ വലിയ ആൾക്കാരെ ഇരുത്തിയതിന് ശേഷം എന്നെ അടുത്തിരുത്തുകയാണ് ഒരു സിറ്റുവേഷൻ വേണ്ടി. ഇതിന് ട്യൂൺ പറഞ്ഞു തരുന്നയാളോ യേശുദാസിനേക്കാൾ കൂടുതൽ ഞങ്ങളുടെ തലമുറ കാണാൻ കൊതിച്ച ഒരു ഗായകനുണ്ട്, അതാണ് MG ശ്രീകുമാർ. നമ്മുടെ ജിസ് ജോയ് സർ ഒരു ഇന്റർവ്യൂല് പറയുന്ന കേട്ടിട്ടുണ്ട്, സിദ്ദിഖേട്ടന്റെ ആ ഒരു സൺഡേ ഹോളിഡേയിലെ റോൾ ഉണ്ടല്ലോ, അത് രാജീവേട്ടനെ ലൈക്ക് അങ്ങനത്തെ രീതിയിലാണ് നമ്മള് ആ ഒരു ക്യാരക്ടർ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ വന്നത് എന്നുള്ളൊരു ഇന്റർവ്യൂ കണ്ടായിരുന്നു. അപ്പൊ അതിനെങ്ങനെയാ പ്രതികരിക്കാനായിട്ടുള്ളത്? ശരിയാണോ? ജിസ്റ്റോയും ഞാനും ഒക്കെ വളരെ സുഹൃത്തുക്കളായിരുന്നു. അദ്ദേഹം പിന്നെ വലിയ ഡയറക്ടറായി. അദ്ദേഹം വന്ന് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിരുന്നു, ആർട്ട് ഡയറക്ടറായിരുന്നു. അപ്പോൾ ആദ്യമായൊരു സിനിമയുടെ CD കൊണ്ട് ഖാദർ ഹസൻ എന്ന് പറയുന്ന എൻ്റെ ജ്യേഷ്ഠ സുഹൃത്ത് തിരുവനന്തപുരത്ത് വരികയാണ്. പ്രണയമായ എന്ന ആൽബമാണ്. ഇതിനു മുമ്പ് ഡബ്ബിംഗ് പടത്തിലൊക്കെ പാട്ട് എഴുതി തിളങ്ങിയത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണ സാറാണ്. ഞങ്ങൾക്ക് ഈ 4 പേർക്കും കൂടി ഈ CD കണ്ടിട്ട് പൊട്ടൻ ചന്തയിൽ പോയ പോലെയാണ്. ഞങ്ങൾക്ക് ആർക്കും ഇതിന്റെ ഭാഷ അറിയാൻ മേല. മനസ്സിലായില്ലേ? അപ്പൊ പിന്നെ കബൂത്തർ ജ ജ ജ എന്നെഴുതിയപ്പോഴത്തേക്ക് അദ്ദേഹം ഇത് മാടപ്രാവാണ്, മാടപ്രാവായി പോയിട്ട് പോവാന്ന് പറഞ്ഞ അർത്ഥം എഴുതി. കബോധമേ പോ പോ പോന്ന് എഴുതി അദ്ദേഹം. അപ്പൊ കബോധം എന്ന് പറയുന്നത് ഒരു മാടപ്രാവാണെന്നൊന്നും 18 വയസ്സുകാരിക്ക് അറിയാൻ പാടില്ല എന്ന് നമ്മൾ ചിന്തയുണ്ടാവും. അത് വേണ്ടായിരുന്ന വാക്ക്. അതൊരു ട്രാൻസ്ലേഷനാണ്. അദ്ദേഹത്തിന് ഭാഷ അറിയാവുന്നത് കൊണ്ട് അദ്ദേഹം എഴുതിയതാണ്. ഞങ്ങൾക്ക് ഐ ആം വെരി സോറി, ഒരു നാദാബംഗ സോറി എന്ന്. നാദാബംഗയുടെ അർത്ഥം ഇപ്പോഴും അറിയില്ല, അന്നും അറിയില്ല, ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അപ്പൊ ഞങ്ങളിത് ട്രാൻസ്ലേഷന് വേണ്ടിയുള്ള വലിയ പണ്ഡിതരൊന്നും അല്ലാത്തതുകൊണ്ട് ഞങ്ങളത് നാ വെച്ച് ലിപ് ക്ലോസ് ആണ്, അത് 4000 ആക്കി. അപ്പൊ അപ്പൊ ഞാൻ വലിയ നാണക്കേടായി പോയി. വലിയ നാണക്കേടാണ്. 4000 സോറി എഴുതിയല്ലോ. വയലാറിന്റെ അയൽഗ്രാമമായ കടക്കരപ്പള്ളിയിൽ ജീവിച്ച ഒരാൾ
അങ്ങനെയൊക്കെ ഓർത്തല്ലേ അപ്പൊ? എന്തൊക്കെ വാക്കെഴുതാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. ഹരിഹരൻപിള്ള ഹാപ്പിയാണെന്ന് മോഹൻലാൽ പടത്തിൽ എഴുതി, വെട്ടത്തിൽ ഐ ലവ് യു ഡിസംബർ എഴുതി, പിന്നെ പടമൊന്നും കിട്ടാതായപ്പോൾ എന്നാൽ ഡബ്ബിങ് പടം എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. ഓക്കെ. അപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം എറണാകുളത്തേക്ക് യാത്ര ചെയ്യുന്ന KSRTC ബസ്സിൽ തൊറവൂർ എന്ന് പറഞ്ഞൊരു ജംഗ്ഷനുണ്ട്. ആ ജംഗ്ഷനിൽ നോക്കുമ്പോൾ മതിലില് പ്രണയമായുടെ പോസ്റ്റർ ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. അതിൽ അതിന്റെ ക്യാപ്ഷൻ ഇതാണ്: ലോകത്താദ്യമായി ഒരു കാമുകൻ കാമുകിയോട് 4000 സോറി പറയുന്നു. അപ്പൊ ലോകത്ത് ആദ്യമായിട്ട് ഒരു കാമുകൻ കാമുകിയോട് 4000 സോറി പറയാൻ ഞാൻ കാരണമായി. അപ്പൊ അതിൻ്റെ അകത്ത് ഈ ഭാഷ അറിയാൻ പാടില്ലാത്തതുകൊണ്ടുള്ള ഗുണങ്ങളെ ഞാൻ പറയുന്നത്. BA കാരനും MA കാരനും തമ്മിലുള്ള റാഗിങ് സോങ് വേണം. അപ്പൊ രണ്ടുപേരും തമ്മിൽ ഗുഡു എന്നൊക്കെ പറഞ്ഞു. ഇത് അർത്ഥം അറിയാൻ മേലല്ലോ. അവിടെയാണ് നമുക്ക് തോന്നുന്ന രീതിയിൽ എഴുതുകയാണ്. കമ്പ്യൂട്ടേഴ്സും ആർട്സും സയൻസും മാത്സും കോമേഴ്സും പരുക്കൻ ക്ലാസ് റൂം സബ്ജക്ട്സ് ഇതെല്ലാം അപ്പടി ന്യൂസൻസ്. ഇതൊക്കെ ശരിക്കും ആലോചിച്ചിട്ട് വെറുതെ തോന്നി എഴുതുവാണോ? ക്യാമ്പസിൻ പടിയേറി വരുന്നവർ അറിയുക മാനേഴ്സ്, പഠിക്കൂ പുത്തൻ ലോ ബുക്സ്, വെരി ഇമ്പോർട്ടൻറ്റ് സിലബസ്. അപ്പൊ അങ്ങനെ ഒരു ഡബ്ബിംഗ് പടത്തിൽ നമ്മൾ പാട്ട് എഴുതുമ്പോൾ ഉണ്ടാവുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും അതിലുണ്ട്. അതിനുശേഷമാണ് ഈ ആര്യ എന്ന് പറയുന്നത്. അപ്പൊ അല്ലു അർജുനെ ഇവിടെ ആർക്കും അറിയില്ലായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ആര്യ 2 ആര്യയിലേക്ക് ഫുൾ സോങ്സ് അല്ലു അർജുന്റെ ആര്യ 2 ഞാനല്ല, ആര്യ 1 പാട്ടാണ്. ഇപ്പോഴും അത് പിള്ളേര് പാടിക്കൊണ്ടിരിക്കും, ചെറിയ പിള്ളേര് വരെ. വർഷം 22 മുമ്പുള്ള സംഭവമാണ്. അതാണ് 22 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എഴുതിയ ആ പാട്ടാണ്. അപ്പോൾ അതില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാല് ഈ അല്ലു അർജുൻ എന്ന് പറഞ്ഞ ആളെ മലയാളികൾക്ക് അറിയില്ല, അറിയില്ല അന്ന്. അപ്പോൾ അതിലിങ്ങനെ പാട്ടെഴുതി തകതിമിതം, എൻ പ്രേമത്തിന് കോപം, ഇതൊക്കെ എഴുതും. ഇപ്പൊ ഒരുപാട് വിട്ടുവീഴ്ചകൾക്കൊക്കെ തയ്യാറാകണം. ലിപ് മൂവ്മെന്റ് ഉണ്ടല്ലോ, നമുക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാനൊക്കെ ഇല്ല. ലിപ് മൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ വിട്ടുവീഴ്ചകൾ ഉണ്ടാവണം. അതിനുശേഷം അല്ലു അർജുനന്റെ ശബ്ദം വേണമല്ലോ. ആ ശബ്ദത്തിന് തേടി പഠിച്ചപ്പോഴാണ് ഈ കക്ഷിയെ കണ്ടത്. ആരെ? ജിസ്ജോയിയെ. ജിസ്മോൻ എന്നായിരുന്നു അന്നത്തെ പേര്. അന്നത്തെ പേര് ജിസ്മോൻ എന്നായിരുന്നു. അപ്പൊ അന്ന് തൊട്ടേയുള്ള സുഹൃത്താണ്. അപ്പൊ അദ്ദേഹം അതൊരു തമാശയ്ക്ക് വേണ്ടി പറയും. ഈ ഡബ്ബിംഗ് പടത്തിൽ പാട്ടെഴുതുമ്പോൾ ഒരു ഗാനരചയിതാവിനുണ്ടായ എല്ലാ ബുദ്ധിമുട്ടുകളും അദ്ദേഹം കണ്ടതുകൊണ്ട് അദ്ദേഹം അതൊരു കഥാപാത്രം, എന്നെ ഒരു കഥാപാത്രമാക്കി സൺഡേ ഹോളിഡേയിൽ സിദ്ധിക്ക്. അപ്പൊ അതൊരു ഒരു കൗതുകകരമായ കാര്യമാണ്. അങ്ങനെ അതില് ഒരു പാട്ട് ഇപ്പൊ പാടിത്തരാവോ? പാടായിരുന്നു എനിക്കറിയില്ലേ. ആര്യയിലെ എല്ലാ പാട്ടുകളും എല്ലാവർക്കും അറിയാം. ഇപ്പൊ എൻ പ്രേമത്തിന് കോപം കാണും, ആ പാട്ട് എല്ലാവർക്കും അറിയാം. ഏതോ പ്രിയരാഗം മൂളി ഞാൻ എൻ സ്നേഹത്തിൻ ഈണം അതിന് ശ്രുതിയായി അങ്ങനെ എല്ലാ പാട്ടുകളും എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പൊ ഒരു വരി പറയുമ്പോ അടുത്ത വരി ഈ കോളേജിലൊക്കെ ചെല്ലുമ്പോ ഇപ്പോഴും പാടുമ്പോ എനിക്ക് അത്ഭുതമാണ്. ഇവര് ജനിച്ചിട്ടില്ല ഈ പാട്ട് ഞാൻ എഴുതുമ്പോ. ഈ ഒരു ഡിഗ്രി വിദ്യാർത്ഥി പോലും ജനിക്കുന്നതിന് മുമ്പ് എഴുതിയ പാട്ടാണ്. ഇപ്പോഴും പിള്ളേര് ഡിഗ്രി പിള്ളേരൊക്കെ പാടിക്കണം. നല്ല പ്രൗഡല്ലേ സത്യത്തിൽ, തീർച്ചയായിട്ടും. ഇപ്പൊ ഈ അനശ്വര ഗാനം എന്നൊക്കെ നമ്മള് പറയും, ഇതൊരു അനശ്വര ഗാനമാണെന്ന് വേണമെങ്കിൽ പറയാമല്ലോ. കാര്യം 22 വർഷം മുമ്പ് എഴുതിയ പാട്ട് അന്ന് ജനിക്കാത്ത കുട്ടികൾക്ക് ഇപ്പോൾ ഇഷ്ടമാണെന്ന് പറയുന്നത് സന്തോഷകരമായ കാര്യമാണ്. ചേട്ടാ, അതുപോലെ തന്നെ ഒരു ട്രാൻസ്ജെൻഡർ ജമീല, KSRTC സൈഡിൽ നിന്ന് ട്രാൻസ്ജെൻഡർ ജമീലിനെ പറ്റി ഒരു കവിത എഴുതുകയും, അതുപോലെ തന്നെ രാത്രികളിൽ ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ല രാജീവേട്ടൻ എന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയില്. അപ്പോൾ ഇന്നത്തെ ഇപ്പൊ നമ്മളുടെ ഒരു സിറ്റുവേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് നാൾ മുന്നേ വരെ ഈ ഒരു ട്രാൻസ്ജെൻഡേഴ്സിനെയും അങ്ങനെയുള്ള കമ്മ്യൂണിറ്റിനെല്ലാം അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഇന്നത്തെ ജനറേഷൻ തയ്യാറായിരുന്നു. പക്ഷെ ഇപ്പൊ പോയിട്ട് വീണ്ടും നമ്മുടെ ജനറേഷനിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ ജനറേഷനിലെ കുട്ടികൾ തന്നെ ട്രാൻസ്ജെൻഡേഴ്സിനെ അക്സെപ്റ്റ് ചെയ്യാത്ത തരത്തിലുള്ള പല നെഗറ്റീവ് കമന്റ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സോ വർഷങ്ങൾക്ക് മുന്നേ ചേട്ടൻ അങ്ങനെ ഒരു ട്രാൻസ്ജെൻഡറിനെ പറ്റി വളരെ നല്ല രീതിയിൽ ഒരു കാര്യം എഴുതുകയും ഇപ്പോഴത്തെ പിള്ളേരോടൊപ്പം നെഗറ്റീവ് പറയുന്ന ഇങ്ങനെ കുട്ടികളോട് എന്താ? ഞാൻ 19 വയസ്സിൽ പ്രൊഫഷണൽ നാടകത്തിൽ പാട്ട് എഴുതാൻ തുടങ്ങി. കൊല്ലം ആണ് നാടകത്തിന്റെ കേന്ദ്രം. സിനിമയിൽ പാട്ട് എഴുതാൻ ചെന്നൈയിൽ പോണ പോലെ നാടകത്തിൽ പാട്ട് എഴുതി ശ്രദ്ധിക്കണമെങ്കിൽ കൊല്ലം പട്ടണത്തിലെ അൻസാർ ലോഡ്ജിൽ ഓരോ ലോഡ്ജ് മുറിയിലെയും സംവിധായകരെയും നാടകകൃത്തുക്കളെയും ഓണേഴ്സിനെയൊക്കെ കാണണമായിരുന്നു. ഇവരെയൊക്കെ കണ്ട് തിരിച്ച് കൊല്ലത്തുനിന്നൊരു യാത്രയുണ്ട് എൻ്റെ. അപ്പോൾ കൊല്ലം KSRTC സ്റ്റാൻഡിൽ വെച്ച് അങ്ങനെ നിരന്തര യാത്രക്കിടയ്ക്ക് ഞാൻ ജമീലയെ പരിചയപ്പെട്ടു. അതിസുന്ദരിയായ ഒരു ട്രാൻസ്ജെൻഡർ, അതിസുന്ദരിയായ ഒരു പെണ്ണ്. എന്നോട് ഒരുപാട് ഇഷ്ടമാണ്. ഇഷ്ടപ്പെടാൻ കാരണം ചങ്ങമ്പുഴയുടെ കവിതകൾ കാണാപ്പാടം അറിയാം ജമീലയ്ക്ക്. രാത്രി സൂപ്പർ ഫാസ്റ്റ് ഒരെണ്ണം വരുമ്പോഴും ഞങ്ങൾ അടുത്തതിന് പോകാം എന്ന് പറയാൻ കാരണം അവൾ ഒരു മൂലയിലിരുന്ന് ചുള്ളിക്കാടിൻ്റെ കവിത, സച്ചിദാനന്ദൻ്റെ കവിത, അതുപോലെ തന്നെ ചങ്ങമ്പുഴയുടെ ആശാന്റെയും ചണ്ടാലഭിഷേകം എന്ത് വളരെ ഭംഗിയായി ജമീല ചൊല്ലുമായിരുന്നു.
അപ്പോൾ ജമീലെ ഇങ്ങനെ വളരെ വലിയ എൻ്റെ ഒരു ഏറ്റവും നല്ല സുഹൃത്ത്. ഞങ്ങൾ നേരം വെളുക്ക് വരെ സംസാരിച്ചു ഇരുന്നിട്ട് ഞാൻ ഒരിക്കൽ ജമീലയ്ക്ക് ഒരു 50 രൂപ കൊടുത്തു. ജമീലയുടെ പണി നടന്നിട്ടില്ല. രാത്രി ജമീല എന്തിനാണ് വന്നത്? രാവിലെ വീട്ടിലേക്ക് പോകുമ്പോൾ 1 രൂപ പോലും ഇല്ലാതെ ഞങ്ങൾ സ്വയം മറന്ന് കവിതകളെക്കുറിച്ച് ഇങ്ങനെ ഒരു രാത്രി മുഴുവൻ ഒരു മൂലയിലിരുന്ന് സംസാരിച്ചതിന് ശേഷം ജമീലയ്ക്ക് തിരിച്ചു പോകാൻ ഒരു 50 രൂപ കൊടുക്കാം. ജമീല പറഞ്ഞു എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. എനിക്ക് വേണ്ട. ഇന്ന് പിന്നെ ഒരു ദിവസം പൈസ ഇല്ലാതെയൊക്കെ തിരിച്ചു പോകാം ചേട്ടാ. അങ്ങനെ ഒരു നല്ല സുഹൃത്ത്. ജമീല ഇപ്പോൾ എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒരുപാട് രാത്രികളിൽ ഞങ്ങൾ ജമീലയാണ് എനിക്ക് ചുള്ളിക്കാടിൻ്റെ ചില കവിതകളുടെ അഴകും ആഴവും പറഞ്ഞു തന്നത്. ജമീല ഒരിക്കൽ എനിക്ക് പറഞ്ഞു തന്നു കാവാലത്തിൻ്റെ ഒരു കവിത. ജയിച്ചെന്നൊരു വട്ടം വീമ്പിളക്കും തുഴക്കാരെ ജയത്തിൻ്റെ കൈയടിയിൽ വിനീതരാകും. ജമീല പറഞ്ഞു തന്നാണ്. കരക്കാരോ തുഴക്കാരോ വള്ളം തച്ച തച്ചനോ, ഇതാരാണ് വള്ളംകളിയിൽ ജയിക്കുന്നത്? അതുമല്ല മോളിലെങ്ങോ മാഞ്ഞിരിക്കും വിശ്വശ്രുതി ചേർക്കുന്നവനാണോ വിധികർത്താവായി? ആരാകിലും എറിയും 1000 തുഴകൾ ഒറ്റ താളമാകണം, എന്നാലേ വിജയിക്കൂ. അപ്പം അതുകൊണ്ട് ചേട്ടൻ്റെ പാട്ടുകളൊക്കെ 1000 തുഴകൾ ഒറ്റ താളമാകുന്നത് പോലെ ജനങ്ങൾ ഏറ്റെടുക്കുന്ന കാലം വരും. നാടകത്തിൽ പാട്ട് എഴുതിയിട്ട് ആരും ശ്രദ്ധിക്കുന്നില്ല, ആരും അറിയുന്നില്ല എന്നുള്ള പരാതികളൊക്കെ ചേട്ടൻ്റെ മാറും. സിനിമാ പാട്ട് എഴുതിയതിന് ശേഷം ഞാൻ ജമീലയെ ഒരുപാട് വട്ടം അവിടെയൊക്കെ തപ്പിയിട്ടുണ്ട്. ഞാൻ പിന്നെ ജമീലയെ കണ്ടിട്ടില്ല. ജമീല എവിടെയാണെന്ന് അറിയില്ല. എൻ്റെ നല്ല സുഹൃത്ത്. ജമീലയെക്കുറിച്ച് ഞാനൊരു കവിത എഴുതി. പിന്നെ ഒരുവളേറെ കരുതി സൂക്ഷിച്ച മുത്തു പണ്ടേ കളഞ്ഞുപോയി, ഒരു തരി സ്നേഹ വായ്പിനായി കാത്തു നിന്ന നെഞ്ചന്നു നൊന്തുപോയി, അന്നമിത്തിരി കിട്ടുവാൻ പിന്നെ അന്ധകാരം തുണച്ചുപോയി. അറിയുമോ നിങ്ങൾ അവളെ? എങ്കിൽ ആ കഥയിൽ നിങ്ങളും നായകൻ. അപ്പം എനിക്ക് ജമീലെ അറിയാൻ പാടില്ല. കാര്യം എന്താ? അറിഞ്ഞാൽ ഞാൻ അവളുടെ നായകനാവുമല്ലോ. അതുകൊണ്ട് എനിക്ക് ജമീലെ അറിയില്ല. രാത്രി പരിചയമുള്ള കുറേ ആൾക്കാരുണ്ട് ജമീലയെ. എനിക്ക് പകലും ജമീലയെ പരിചയമാണ്. കാര്യം എന്താ? ഞങ്ങൾ തമ്മിൽ സംസാരിച്ചത് മുഴുവൻ കവിതകളെക്കുറിച്ചാണ്. കവിതയുടെ അഴകും ആഴകും, ഒരുപാട് പേരുടെ ജീവിതം, ഒത്തിരി സങ്കടങ്ങൾ. അവളുടെ സങ്കടം കേട്ടിട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഒരു മിഴി ഒന്ന് നനഞ്ഞിരുന്നെങ്കിലും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അവളുടെ സങ്കടം കേട്ടിട്ട്. അവള് പിന്നെ കരയുന്നില്ല. അതിസുന്ദരി. ഇപ്പൊ നീൾമിഴിയാണ് അവളെ. ചേട്ടാ, അതുപോലെ ഇപ്പോഴത്തെ നമ്മള് കുറെ ലൈക് ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മള് പിള്ളേരെല്ലാവരും ചെയ്യുന്നതാണ് റാപ്പ് സോങ്. എനിക്കൊന്നും പഴയ നമ്മുടെ ജനറേഷനിലെ പഴയ കാലത്തൊന്നും ഈ റാപ്പ് സോങ്സ് ഇത്ര ട്രെൻഡിങ് കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോഴാണ് നമ്മൾ റാപ്പ് സോങ് എല്ലാം ചെയ്തു വരുന്നത്. ചേട്ടൻ എഴുതിയിരിക്കുന്ന കവിതകളിൽ നിന്നെല്ലാം എൻറ്റയർലി ഡിഫറെന്റ് ആണ് ഈ റാപ്പ് സോങ്സ്. അപ്പൊ ആ ഒരു ഡിഫറൻസ് ചേട്ടൻ എങ്ങനെയാ ഫീൽ ചെയ്യുന്നത്? ആക്ച്വലി ഇതൊരു നല്ല കാര്യമാണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ചേട്ടൻ്റെ ഒരു ഒപ്പീനിയൻ? അല്ലെ, ഇപ്പോ നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മൾ രൂപപ്പെട്ട ചില സംഗതികളുണ്ട്, രുചിയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മറ്റൊരു രുചിയെ നമ്മൾ തള്ളിപ്പറയരുത്. അത് വേറൊരാളുടെ രുചിയാണ്, വേറൊരാളുടെ ജീവിതമാണ്. അത് എൻ്റെ ജീവിതവുമായി പൊരുത്തപ്പെടാത്തത് കൊണ്ട്, ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഇപ്പോഴത്തെ കാലം വല്ലാതെ മോശമായി എന്ന് പറയുന്നത് ഒരു വല്ലാത്ത അബദ്ധമാണ്. അതുകൊണ്ട് റാപ്പ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അവരോട് എനിക്ക് ബഹുമാനമാണ്, ഒരുപാട് സ്നേഹവുമുണ്ട്, ആദരവുണ്ട്. ആ രുചി എനിക്ക് ഇഷ്ടമല്ലെങ്കിലും ആ രുചി എതിർപ്പൊന്നുമില്ല. അതെ, ആ രുചിഭേദ രസതന്ത്രം നമുക്ക് ആസ്വദിക്കാൻ കഴിയണം. എങ്ങനെ? അതൊരു അപരോന്മുഖ ദർശനമാണ്. എന്ന് പറഞ്ഞാൽ എന്താ? ആർദ്രതയാണ്. ആർദ്രത ഉണ്ടാവുക. എനിക്കൊരിടമുള്ളതുപോലെ നിനക്കും ഒരിടമുണ്ടെന്ന് ഞാൻ സമ്മതിച്ചു തരുന്നതിന്റെ പേരാണ് ആർദ്രത. അപ്പോൾ റാപ്പ് പാടുന്ന ഒരാളെ നമ്മൾ ഒരു തരത്തിലും കുറ്റം പറയണ്ട. അത് അയാളുടെ അഭിരുചിയാണ്. ആ അഭിരുചിയെ നമ്മൾ ഇഷ്ടപ്പെടുന്നു, ബഹുമാനിക്കുന്നു. പക്ഷെ എനിക്ക് ആ രുചിയില്ല. അത് അക്സെപ്റ്റ് ചെയ്യുന്നു, പക്ഷെ നമുക്ക് അത് പറ്റില്ല. ഞാൻ കേട്ട് വളർന്ന പാട്ടുകൾ അങ്ങനത്തെ അല്ല. അതെ അതെ, തീർച്ചയായും. ഓക്കെ. അതുപോലെ തന്നെ നിലപാടുകൾ പറയാനായിട്ട് വളരെയധികം കഴിവുള്ള ഒരാളാണ് രാജീവേട്ടൻ എന്ന് കേട്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ലിറിസിസ്റ്റിന് വലിയൊരു റോൾ ഇല്ല. ഒരു സോങ് പുറത്തേക്ക് വന്നാലും അതിന്റെ ഡയറക്ടറിനോ അല്ലെങ്കിൽ അങ്ങനെ പാടിയ ആൾക്കോ മാത്രമാണ് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളൂ. ലിറിസിസ്റ്റിന് ആ ഒരു റോൾ ഇല്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ചാടിക്കേറി അത് എന്തുകൊണ്ട് ലിറിസിസ്റ്റിന് റോൾ ഇല്ല, ഒരു അച്ഛൻ വഴി മാത്രമാണോ ഒരു കുഞ്ഞുണ്ടാവുന്നേ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. സോ നിലപാട് പറയാനായിട്ട് വളരെയധികം കഴിവുള്ള ഒരാളാണ് രാജീവേട്ടൻ. ഇത് രാജീവേട്ടന്റെ ചെറുപ്പം തൊട്ടേ രാജീവേട്ടന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നും നേടിയെടുത്തതാണോ ഈ ഒരു സ്ട്രോങ് കഴിവ്? ഈ നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം മറ്റൊരാളെ നോവിക്കാതെ, ഒരുപാട് നോവിക്കാതെ, ഒട്ടും നോവിക്കരുതെന്ന് ആഗ്രഹിച്ചായിരിക്കും പറയുന്നത്. എങ്കിലും അല്പം നൊമ്പരം ചിലർക്ക് ഉണ്ടായാൽ എനിക്ക് വേദനിക്കും, എങ്കിലും ഞാൻ പറയും. കാര്യം ഒരു 12 വരി മാത്രം എഴുതുന്ന ഒരു പാട്ടെഴുത്തുകാരൻ ഒരുപാട് പേരുടെ മുമ്പിൽ ചിലപ്പോൾ താഴെയാണ് സിനിമയിൽ.
ഒത്തിരി പേരുടെ ഔദാര്യം കൊണ്ട് അയാൾക്ക് കിട്ടിയ ഒരു അവസരമാണത്. അത് നിഷേധിക്കാനാവാത്തതാണ്. അതെ. സംഗീത സംവിധായകന് ഇഷ്ടപ്പെടണം, സംവിധായകന് ഇഷ്ടപ്പെടണം, തിരക്കഥാകൃത്തിന് ഇഷ്ടപ്പെടണം. പക്ഷെ അവരെക്കാൾ ചെറുതാണെന്ന് അവർക്ക് തോന്നലുണ്ടാവരുത്. അതെ അതെ അതെ. കാര്യം അവരെക്കാൾ കൂടുതൽ ബുക്ക് വായിക്കുകയും ഒരുപാട് അനുഭവിക്കുകയും ചെയ്ത ഒരാൾക്കേ 100-300 പേജുള്ള തിരക്കഥ ഒരു 2 വരിയിൽ ഒതുക്കാനാവും. അത് ആ ഒരു സ്റ്റോറി ലൈൻ കിട്ടിയിട്ട് വേണം നമ്മൾ ആ സോങ് ആ സിറ്റുവേഷൻ ആ ബഹുമാനം തരാത്തടുത്ത് നമ്മൾ നിൽക്കില്ല. അവസരങ്ങൾ കുറഞ്ഞാൽ പോലും അത് അഭിമാനമായേ കരുതൂ. അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ടോ? ബഹുമാനം കിട്ടാത്ത രീതിയിൽ ഈ ഭൂരിപക്ഷത്തിന് വരം നേടും ജയത്തേക്കാൾ നേരിനൊപ്പം നിന്ന് തോൽക്കുന്നതാണ് എനിക്കിഷ്ടം. വിഷ്ണുനാരായണ നമ്പൂരിയുടെ കവിതയാണ്. ഭൂരിപക്ഷത്തിന് വരം നേടും ജയം, അതിനേക്കാൾ നേരിനൊപ്പം നിന്ന് തോൽക്കുന്നതാണ് എനിക്കിഷ്ടം എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. നമുക്ക് കംഫർട്ട് അല്ലാത്തൊരു സമയത്ത് നമ്മൾ അവിടെ നിന്ന് മുങ്ങിക്കളയും. അങ്ങനെ മുങ്ങിയിട്ടുണ്ടോ? ഒത്തിരി പടം. ഞാൻ 135 സിനിമയിൽ പാട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 5-6 ഇരട്ടി സിനിമകളിൽ പാട്ട് എഴുതാനുള്ള അവസരങ്ങൾക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അല്ലേ? അങ്ങനെയാണല്ലോ. അതിലൊക്കെ പലയിടത്തും നമുക്ക് ചില യോജിക്കാനാവാത്ത നമ്മുടെ ആത്മാഭിമാനത്തെയും നമ്മളുടെ ആത്മസംവേദനത്തെയും ഒക്കെ തിരിച്ചറിയാൻ കഴിയാത്തവരുണ്ട്. നമുക്ക് ആത്മാഭിമാനത്തിന് ക്ഷതം കിട്ടുന്ന ഒരു സംഭവം നമുക്കവിടെ നിൽക്കാനൊക്കില്ല. അപ്പൊ ആത്മാഭിമാനമാണ് ഏറ്റവും വലിയ. ഞാൻ പിന്നെ ഏറ്റവും കൂടുതൽ പ്രണയിക്കുന്നത് എന്നെയാണ്. ഏറ്റവും കൂടുതൽ കരഞ്ഞപ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തത് എന്നെയാണ് ഞാൻ. നിനക്കൊരു സമയം വരുമെന്ന് പറഞ്ഞ് ഇപ്പോഴും ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ. ആ എന്നെ പോറലേൽക്കുന്ന ഒരു സംഭവത്തിന് ഒരു കോംപ്രമൈസിങ് ഞാനില്ല. സ്നേഹത്തിന് മുമ്പിൽ മാത്രമേ കീഴടം കണ്ട കാര്യമുള്ളൂ. യഥാർത്ഥ സ്നേഹം, സൗഹൃദം മാത്രമേ മടുക്കാതെ ഉള്ളു കേട്ടോ. രതി മടുക്കും, സ്നേഹവും മടുക്കും, പക്ഷെ സൗഹൃദം മടുക്കില്ല. സ്നേഹത്തിൽ സൗഹൃദം ഉണ്ടായാൽ നമുക്ക് ആ സ്നേഹം ആസ്വദിക്കാം. ബാക്കിയെല്ലാം മടുക്കും. എല്ലാം പതുക്കെ പതുക്കെ മടുത്തുകൊണ്ടിരിക്കും. സൗഹൃദം അങ്ങനെ മടുക്കാത്ത സൗഹൃദങ്ങൾ ഇപ്പോഴും ഉണ്ടോ? മടുക്കാത്ത സൗഹൃദങ്ങൾ ഹൃദയത്തിൽ ഒരുപാട് സൂക്ഷിക്കണം. സിനിമയിൽ ചിലപ്പോൾ അതൊക്കെ, സിനിമ എപ്പോഴും എന്താ പറയുന്നത്, അപ്പോൾ കാണുന്നവർ തമ്മിലുള്ള ഒരു സൗഹൃദവും ഒരു യാത്രയും ഒക്കെയാണ്. നമ്മളൊരു വർക്ക് ചെയ്യുന്നു, അതിൽ സംഘകലയാണ്. കുറെ കഴിയുമ്പോൾ പുറത്തൊരുപാട് പേരുണ്ട്. സാംസ്കാരിക സമ്മേളനങ്ങളൊക്കെ പോകുമ്പോൾ എന്നെ നിരന്തരമായി എൻ്റെ സാംസ്കാരിക സമ്മേളനങ്ങൾ, എൻ്റെ പ്രസംഗം മാത്രം കേൾക്കാൻ വേണ്ടി വരുന്ന ഒരു രമേശൻ പാതിരാപ്പള്ളിയുണ്ട്. അയാള് 97ാമത്തെ സമ്മേളനമാണെന്നും പറഞ്ഞ് കഴിഞ്ഞ ദിവസം മുമ്പിൽ വന്നിരിക്കുന്നു. എനിക്ക് ആകെപ്പാടെ പ്രശ്നം രമേശൻ കേൾക്കാത്തത് പറയണമല്ലോ. അതെ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം ലീവൊക്കെ എടുത്ത് ഇത് ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല, അദ്ദേഹം മുമ്പിൽ വന്നിരിക്കും. അപ്പൊ ഈ രമേശൻ കേൾക്കാത്തത് പറയാൻ വേണ്ടിയാണ് ഞാൻ കൂടുതൽ വായിക്കുന്നത്. പലപ്പോഴും രമേശൻ മുമ്പിൽ ഉണ്ടാവുമെന്ന് എനിക്ക് അങ്ങനെയുള്ള ആളുകളാണ് നമുക്കൊരു പ്രചോദനം. ഒത്തിരി പേര് മലപ്പുറത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരാളുണ്ടാവും, കോഴിക്കോട് വരുമ്പോൾ എന്നെ പോലൊരു സാധാരണക്കാരനെ ശ്രദ്ധിക്കുന്ന ആരൊക്കെ ഉണ്ട്. ആ സൗഹൃദം ഞാൻ വല്ലാതെ വിലമതിക്കുന്നു. അത് ഉപാധികളില്ലാത്ത സ്നേഹമാണ്. സ്നേഹത്തിന് ഉപാധി ഉണ്ടാവുമ്പോൾ സൗഹൃദമില്ലാതാവും. ചേട്ടാ, അപ്പോ ഇപ്പം നമ്മൾ അനുജനെ പറ്റി നേരത്തെ സംസാരിച്ചിരുന്നല്ലോ. അനുജനെ ഇപ്പോഴും 16ാം വയസ്സിൽ വിട്ടുപോയ അനുജനാണെങ്കിലും ഇന്നും ചേട്ടൻ അനുജനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയുന്നു, അതുപോലെ തന്നെ ഓർക്കുന്നുമുണ്ട്. നമ്മളെ വിട്ടുപോകുന്ന, നമ്മൾ സ്നേഹിക്കുന്നവർ വിട്ടുപോകുമ്പോൾ അത് വല്ലാത്ത ഒരു അവസ്ഥയാണല്ലേ? ഏറ്റവും വലിയ വേദന വിരഹമാണ്. ഏറ്റവും പ്രിയപ്പെട്ടവർ നമ്മളെ വിട്ടു പോകുമ്പോഴാണ് ആ വേദന. പക്ഷെ ചില കാര്യങ്ങളൊക്കെ ഒഴിവാക്കും നമ്മൾ ജീവിതത്തിൽ. എന്നാലും നമുക്ക് അവരോട് ഇഷ്ടം തോന്നും. പക്ഷെ ആ സ്പേസ് പിന്നെ അവരെ കൊണ്ട് നിറയ്ക്കാനാവില്ല. ചില കാര്യങ്ങൾ അങ്ങനെയുണ്ട് ജീവിതത്തിൽ. കാര്യം എന്താണ്, അവർ വന്നാൽ ചിലപ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാവും, തമ്മിൽ ചേരില്ല. പക്ഷെ അനിയൻ അങ്ങനെയല്ല. അനിയൻ പെട്ടെന്ന് ജീവിതത്തിൽ ഒരു നല്ല യാത്രയ്ക്ക്, ഒരു കൗമാരത്തിലെത്തുമ്പോൾ മരിക്കുന്നു, വലിയ സ്വപ്നം കാണുന്നു, കല, സംഗീതം പഠിക്കുന്നു, ഒരു നല്ല ഷർട്ട് ഇടാൻ വേണ്ടി കാത്തിരിക്കുന്നു, നമുക്ക് ജോലി കിട്ടിയിട്ട് ഷർട്ട് ഇടണമെന്ന് ആഗ്രഹിക്കുന്നു, യാത്ര പോകണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ 2 ഷർട്ടും എൻ്റെതാണ്. അതിൽ എവിടെയെങ്കിലും പുറത്ത് പോയാൽ ഒരു ഷർട്ട് എന്നോട് കടം മേടിക്കുന്നു. മരിക്കുമ്പോൾ പോലും ആ ഷർട്ട് ഊരി അവൻ വടക്കേ മുറിയിൽ ഇട്ടിരുന്നു. എന്നിട്ട് ഒരു കീറിയ ഷർട്ട് ഇട്ടുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ അവൻ്റെ മരണക്കത്തിൽ എഴുതിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ ഒരു കത്ത്, ഷർട്ട് ഊരി തെക്കേ മുറിയിൽ ഇട്ടിട്ടുണ്ട്, സൂക്ഷിച്ചു വെക്കണം എന്നാണ്. ഇത് ഞാൻ ഒരിക്കലും, അതെ, ഈ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ഒരു കത്ത് എഴുതുമല്ലോ. അപ്പോൾ കത്തിലൊരു വാചകം ഇതാണ്, ഷർട്ട് ഊരി തെക്കേ മുറിയിൽ ഇട്ടിട്ടുണ്ട്, സൂക്ഷിച്ചു വെക്കണം എന്നാണ്. ആ ഷർട്ടിൻ്റെ വിലയാണ്. അപ്പോൾ ഇത്
ഇപ്പം ലോഹിതദാസ് സാറിനോട് ഞാൻ ഇത് പറഞ്ഞു, സാറേ ഇങ്ങനെ എൻ്റെ അനിയൻ എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ എഴുതി വയ്ക്കുമോ? ഞാൻ കാണിച്ചു കൊടുത്തു. അനിയൻ്റെ ആത്മഹത്യാ കത്ത് ഞാൻ കാണിച്ചു കൊടുക്കുകയാണ്. അദ്ദേഹം കരഞ്ഞു പോയി അപ്പോഴേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, രാജീവേ, സിനിമയും നാടകവും ഒന്നും ജീവിതത്തോളം സംഭവബഹുലമല്ല. മരിക്കുന്നതിന് ഒരു 6-7 മാസം മുമ്പ് എന്നോട് അദ്ദേഹം പറഞ്ഞ വാക്കാണ് കേട്ടോ. എനിക്ക് അദ്ദേഹത്തിനോട് സഹകരിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല, പക്ഷേ അദ്ദേഹമായിട്ട് അടുപ്പമുണ്ടായിരുന്നു മാക്ടയുടെയൊക്കെ യോഗത്തിൽ. അപ്പോൾ പിന്നീട് ഞാൻ അല്പം മുമ്പ് ജിസ്നെ കാണിച്ചു തന്നില്ലേ എൻ്റെ ഷർട്ടൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഷർട്ട് ഇടാതെ പോയവൻ മരിച്ച വീടാണിത്. മനസ്സിലായില്ല? നമ്മൾ ഇത്രയും ഒരു വലിയ രീതിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവൻ പിന്നെ ഒരു ജോലി കിട്ടാൻ വേണ്ടി ബോംബെയിലേക്ക് നാട് വിട്ടു. അനുജൻ ബോംബെയിൽ പിന്നെ വാഷി എന്ന് പറയുന്ന സ്ഥലത്ത്, ബോംബെയിൽ ഒരു സ്ഥലമാണ്, അവിടെ ഒരു വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തിട്ട് ഒന്നും ശരിയാകാതെ കൈയൊക്കെ പൊട്ടി തിരിച്ചു വരികയാണ്. ജീവിതത്തിൽ അമ്മയില്ലാതെ പോയ 2 കുട്ടികളുടെ ദൈന്യതയാണ് അതൊക്കെ. അപ്പോൾ അച്ഛനും ഞാനും കാത്തിരിക്കുകയാണ്, എന്തിനാ മക്കളെ പോയേ, നമുക്കിവിടെ ജീവിക്കാനുള്ളത് കൊണ്ട് പറയും. അപ്പോൾ വാഷിയിൽ നിന്ന് തിരിച്ചു വന്ന അനുജനെ എൻ്റെ ഓർമ്മ എനിക്കുണ്ട്. ഞാനും എൻ്റെ മോനും, അവൻ തിരിച്ചു വന്ന ആ 16 വയസ്സുള്ള മോനും ഞാനും വാഷിയിലൊരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഒരു 6 മാസം മുമ്പ് പോയി. ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു തരുന്നു, ഏകദേശം ലക്ഷത്തിനടുക്കുന്ന രൂപ എനിക്ക് പ്രതിഫലം തരുന്നു. വിമാനത്താവളത്തിൽ നിന്നും വാഷിയിലേക്കുള്ള യാത്ര, കാറിൽ ഇറങ്ങുന്നു. ചെണ്ടകുട്ടി ഞങ്ങളെ ഇങ്ങനെ സ്വീകരിച്ച് കൊണ്ടുപോയപ്പോൾ അതുവരെ ഞാൻ അനിയനെ ഓർത്തില്ല. ഒരു മിന്നലാട്ടം പോലെ ആ രൂപം തെളിഞ്ഞു വന്നു. വാഷിയിൽ നിന്നും നിഷ്കാസിതനായി ചേർത്തലയിൽ ബസ്സിറങ്ങി ഞങ്ങളുടെ വീട്ടിലേക്ക് നടന്നു വന്നിട്ട് വല്ലാതെ സങ്കടപ്പെട്ട ഒരുത്തൻ്റെ ചേട്ടനെ, അവൻ്റെ പ്രായമുള്ള എൻ്റെ മോനെയും കൊണ്ട് കാലം കുറേ പൈസ തന്നിട്ട് വിമാനത്തിൽ തിരിച്ച് വാഷിയിലേക്ക് എത്തിച്ചു. ഇതൊരു സിനിമയിലുണ്ടാവുമോ ഒരു നായകൻ്റെ പരിവേഷം? അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ഞാൻ ഓർമ്മയത് എൻ്റെ മുമ്പിൽ അവനുണ്ട്, കൂടെയുണ്ട്. മുമ്പിൽ അവനാണ്, ഞാനാണ് പുറകെ. ഇന്ന് എവിടെന്നെങ്കിലും നോക്കി കാണുന്നുണ്ടാവും ചേട്ടൻ്റെ ഒരു വിജയം, അതിൽ തീർച്ചയായും സന്തോഷിക്കുന്നുണ്ടാവും. അതെ. അപ്പോൾ പിന്നെ ഞാൻ ബിജു നാരായണനോടും പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം, MG ശ്രീകുമാറിനോടും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡയറിയൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ അവര്. ഇപ്പോഴും ഉണ്ട് ആ ഡയറിയൊക്കെ. അപ്പോൾ ഇതിനപ്പുറത്ത് എനിക്ക് എന്ത് കിട്ടി എന്നുള്ളൊരു ചോദ്യം ദൈവത്തോട് ചോദിക്കാൻ നാണമാണ്. ആർദർ ആഷ് എന്ന് പറയുന്ന ഒരു ടെന്നീസ് കളിക്കാരനുണ്ട്. 80കളിൽ ചാമ്പ്യനായിരുന്നു അദ്ദേഹം. പക്ഷെ 83-ൽ അദ്ദേഹത്തിന് ഒരു ഹൃദയ ശസ്ത്രക്രിയ ഉണ്ടായി. ഡോക്ടർക്ക് പെശ പറ്റി ഒരു എയ്ഡ്സ് രോഗിയുടെ രക്തം അദ്ദേഹത്തിന് കൊടുത്തു. പെട്ടെന്ന് കിടപ്പിലായിപ്പോയി. ഒരുപാട് ആരാധകർ, അന്ന് വാട്സപ്പ് ഒന്നും ഇല്ലല്ലോ. ആർദർ ആഷിന് ഒരുപാട് കത്തുകൾ വരികയാണ്, പെട്ടെന്ന് സുഖമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എവിടെ പ്രാർത്ഥിക്കാം? ഒരു ഗുണമില്ലാത്തവൻ പറയുന്നതാണല്ലേ ഞാൻ പ്രാർത്ഥിച്ചോളാം. ഒരു കത്ത് മാത്രം. എന്തുകൊണ്ട് ദൈവം ഈ ദുർവിധി അങ്ങക്ക് തന്നു? ഒരു കത്ത്. അതിന് മാത്രം ആർദർ ആഷ് മറുപടി എഴുതി. 100 ദശലക്ഷം പേരാണ് ടെന്നീസ് കളിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൽ 50 ദശലക്ഷം പേര് ഇത് കളിക്കും. അതിൽ 50,000 പേര് പ്രൊഫഷണൽ ടെന്നീസിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കും. അതിൽ 25,000 പേരെങ്കിലും ജോയിൻ ചെയ്യും അല്ലേ? അതിലൊരു 5,000 പേര് ഗ്രാൻഡ് സ്ലാം പങ്കെടുക്കും അല്ലേ? അതിലൊരു 500 പേര് വിംബിൾഡണിൽ പങ്കെടുക്കാനെങ്കിലും ആഗ്രഹിച്ച് അവിടെ എത്തും. 4 പേര് സെമി ഫൈനലിലെത്തും അല്ലേ? 2 പേര് ഫൈനലിലെത്തും. അതിലൊരാൾ ജയിക്കും. കഴിഞ്ഞ വർഷം അങ്ങനെ ജയിച്ച ആളാണ് ഞാൻ. ആ സമയത്ത് ദൈവത്തോട് എന്തിനാണ് എന്നെ ജയിപ്പിച്ചതെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ കിടത്തിക്കുന്നതെന്ന് ഞാൻ ദൈവത്തോട് ചോദിക്കണോ എന്നായിരുന്നു ആദാഷിന്റെ വിഖ്യാതമായ റിപ്ലൈ. അപ്പൊ തിക്താനുഭവങ്ങൾ ഉള്ളപ്പോൾ എന്തിനെന്ന് ചോദിക്കുന്നില്ല. കാര്യം യേശുദാസ്, മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ സഹകരിച്ച സിനിമകളിൽ പാട്ടെഴുതാൻ അവൻ്റെ അനുജൻ, ഞങ്ങൾ എല്ലാവരും കൂടി പിന്നെ കശുവണ്ടി പിറക്കുമായിരുന്നു. ഒരു ഏകദേശം 300 കശുവണ്ടി, ഈ കാക്ക കൊത്തിയിടുന്ന കശുവണ്ടിയാണ്. ഇന്ന് പിള്ളേർക്കാർക്കും അത് വേണ്ട. അവിടെ ഇവിടെ കിടക്കുമ്പോൾ ഒരെണ്ണത്തിന് 5 പൈസയാണെന്ന്. അപ്പോൾ അതിങ്ങനെ പിറക്കി അത് വിറ്റ് കഴിയുമ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കുള്ള ടിക്കറ്റിൻ്റെ പൈസ കിട്ടുമായിരുന്നു. കാപ്പ് കുടിക്കാനുള്ള പൈസയും കിട്ടും. അങ്ങനെ ഞങ്ങൾ കണ്ടു ഒരുപാട് പടങ്ങൾ. ആ പടത്തിൽ ആണ്. അപ്പം പിന്നെ വിഷ്ണുലോകം എന്ന് പറയുന്ന സിനിമ ഞങ്ങൾ കണ്ടു, മോഹൻലാലിൻ്റെ. അതിലാണ് മിണ്ടാത്തത് എന്തേ കിളിപ്പെണ്ണേ. ആ പാട്ട് ഞങ്ങൾ കേട്ടിട്ട് രാത്രി മുഴുവൻ ഉറക്കമില്ലാതിരുന്നു.
ആ പാട്ട് കേൾക്കാൻ വേണ്ടി അച്ഛനൊരു ടേപ്പ് റെക്കോർഡർ ഞങ്ങൾക്ക് മേടിച്ചു തന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഈ വീട്ടിൽ ടേപ്പ് റെക്കോർഡർ വരുന്നത്. മേടിക്കുന്നത്. ഓക്കെ.